ഹായ് ഓൾ. ഇന്നത്തെ ശ്രീകൃഷ്ണ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് പേഷ്യൻസ് ആണ്. നിങ്ങളുടെ എല്ലാ ആക്ഷൻസും ഭഗവാൻ കൃത്യമായി റിവാർഡ് തരുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് കിട്ടിയ മെസ്സേജ്. നിങ്ങൾക്ക് നീതി ലഭിക്കും. ഈ എഫേർട്ടിനെല്ലാം ഭഗവാൻ അംഗീകാരം തരും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾക്ക് എത്തരത്തിലാണ് പ്രതിഫലം തരേണ്ടത്, എങ്ങനെ തരണം എന്നുള്ളതിൻ്റെ എല്ലാം പ്ലാനിങ്ങിലാണ് ഭഗവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഡിവൈൻ പ്രോസസ്സിൽ ഇപ്പോൾ ഒന്നും അറിയാൻ പറ്റിയില്ലായിരിക്കും, പക്ഷേ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിൽ തന്നെയാണ് ഭഗവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. സമയവും സാഹചര്യവും നിങ്ങൾക്ക് അനുകൂലമായി എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്കിത് അനുഭവവേദ്യമാകും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ക്ഷമയോടെയും അതുപോലെ ഉറച്ച വിശ്വാസത്തോടെയും ഭഗവാനിൽ സ്വയം സമർപ്പിച്ച് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ മാറ്റി ഭഗവാനിലോട്ട് സറണ്ടർ ചെയ്യുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ആങ്സൈറ്റി ഒക്കെ മാറ്റി വെക്കുക. ഭഗവാൻ എല്ലാ പ്ലാനുകളും തയ്യാറാക്കി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള അനുയോജ്യമായിട്ടുള്ള സമയവും ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ റിസൾട്ട് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ തരുന്ന മെസ്സേജ്. നിങ്ങൾക്കൊരു നിർണായക തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് എന്നൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ വളരെ ശാന്തമായി ആലോചിച്ച ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുക. നിങ്ങൾ കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് സൊല്യൂഷനായിട്ട് ആ മെഡിറ്റേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ ഈ തീരുമാനം നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരുന്ന ഒന്നായിരിക്കും എന്നുള്ളൊരു മെസ്സേജ് കൂടെ ഭഗവാൻ തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ആലോചിച്ച് കൃത്യമായിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയ ശേഷം മാത്രം അതിലേക്ക് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇമോഷൻസോ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇമോഷണലി നിങ്ങൾ ഡൗൺ ആക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളിവിടെ വിട്ടുകളയുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്നതിനുള്ള ഒരു സമയമായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മെൻ്റൽ ബ്ലോക്കേജസ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചിന്തകളും നെഗറ്റീവ് ഇമോഷൻസ് ഒന്നും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാതെ ആ ട്രാൻസ്ഫോർമേഷൻ അംഗീകരിക്കുക. ആ മാറ്റങ്ങളെ ക്ഷമയോടെയും വിശ്വാസത്തോടെയും നിങ്ങൾ സ്വാഗതം ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ ഭയപ്പെടാതെ മാറ്റത്തെ അംഗീകരിച്ച് ഭഗവാനിൽ സറണ്ടർ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഭഗവാൻ തന്നെ തരുന്നുണ്ട് എന്നിവിടെ ഭഗവാൻ ഗ്യാരണ്ടി തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഗീതടയ്ക്കുന്ന കിട്ടിയത് ഗീതാജ്ഞാനം നിങ്ങളിലോട്ട് ഭഗവാൻ പകർന്നു വരുന്നത് നിങ്ങളെ ഭഗവാൻ അത്രയേറെ പ്രിയപ്പെട്ടവരായതിനാലാണ്. അതുപോലെ നിങ്ങൾ വളരെയധികം നിഷ്കളങ്കരായവരാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. ഗീതാജ്ഞാനം ഗ്രഹിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. അഗാധമായ ആത്മീയ ജ്ഞാനം നേടി നിങ്ങൾ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളിൽ നടക്കുന്ന ആത്മീയ പരിവർത്തനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് സോളിന് മുക്തി കൊടുക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. അടുത്തത് ഭഗവാൻ പറയുന്നത് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് ആത്മാവിന് ജനനമോ മരണമോ ഇല്ല. ജനന മരണങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നതുമില്ല. ആത്മാവിനെ നശിപ്പിക്കാനും കഴിയില്ല. ശരീരം മാത്രമേ ഇവിടെ നശിക്കപ്പെടുന്നുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ഒരു അറിവ് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയചിന്തകളെ അകറ്റുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ ശാരീരിക ബോധത്തിൽ നിന്നും ഉയർന്ന് സ്വന്തം സോൾ എന്നുള്ളതിലോട്ട് കണക്റ്റ് ആവുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. സ്വന്തം സോളിനെ അറിയുക എന്നുള്ള ഒരു അറിയുക എന്നുള്ളൊരു കടമ്പ കഴിയുമ്പോഴേക്കും നിങ്ങൾ ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നതിന് ഉള്ള ഒരു അംഗീകാരത്തിലോട്ട് എത്തുന്നതായിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഗോൾ ഓഫ് നോളജിൽ പറയുന്നത് എല്ലാത്തിനും ഉറവിടമായിട്ടുള്ളത് ഭഗവാനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം നാഥൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഈ പ്രപഞ്ചത്തിനെ അറിയുവാനായി നിങ്ങൾ ബ്രഹ്മജ്ഞാനം നേടുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. ഇവിടെ നിങ്ങളെ ഭഗവാൻ തന്നെയാണ് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു മെസ്സേജും തരുന്നുണ്ട്.
അപ്പോൾ എല്ലാ ജ്ഞാനത്തിൻ്റെയും അവസാനം നിങ്ങൾ ചെന്നെത്തുന്നത് ഭഗവാനിൽ തന്നെ ആയിരിക്കും എന്നുള്ളൊരു സത്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. അപ്പോൾ ഇതിത്രയാണ് റീഡിങ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് വലിയ ചേഞ്ചസ് ഒക്കെ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ അംഗീകരിക്കുക, ക്ഷമയോടെയും ധൈര്യത്തോടെയും അത് നേരിടുക. ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ മുന്നോട്ട് നയിക്കാനായി ഭഗവാൻ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പും കൂടെ ഇവിടെ തരുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയേറെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ്. അതിനാൽ തന്നെ ഭഗവാൻ നിങ്ങളെ അത്രയേറെ സ്നേഹിക്കുന്നുമുണ്ട്. നിങ്ങളുടെ സോൾ പർപ്പസിലോട്ട് കണക്ട് ചെയ്യാനും നിങ്ങളുടെ സോൾ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങൾക്ക് തരാനും വേണ്ടിയാണ് ഇവിടെ ഭഗവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗീതയൊക്കെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളൊരു ഒരു ഒരു മെസ്സേജാണ് ഭഗവാൻ ഇന്ന് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ റീഡിങ്. താങ്ക് യു.